السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا كثيرا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في محكم القرآن: أعوذ بالله السميع العليم من الشيطان الرجيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും തേടിയെത്തുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകത്തും അല്ലാഹുവിൻ്റെ സുരക്ഷയും അനുഗ്രഹങ്ങളും ലഭ്യമാകുന്ന നിരവധി വിഷയങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് ലോകവും സമാധാനപൂർവ്വവും സന്തോഷപൂർവ്വമായി തീരാൻ അതിനുവേണ്ടി അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കിയ 10 നിബന്ധനകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ അഹ്സാബിലെ ചില ആയത്തുകളാണ്. നമുക്കൊന്ന് കേൾക്കാം എന്താണ് അല്ലാഹു പറയുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച് ജീവിക്കുന്ന പുരുഷന്മാരും ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച് ജീവിക്കുന്ന സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും. ഇത് രണ്ടാണ്. ഇസ്ലാമും ഈമാനും രണ്ടാണ്. ചിലർക്ക് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. ചിലർക്ക് ഈമാൻ ഉണ്ടാവും, പക്ഷെ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഞാനൊക്കെ എന്തിലാ പെടുകയെന്ന്. ചിലർക്ക് രണ്ടും ഉണ്ടാവും. രണ്ടും ഉണ്ടാവണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഈമാൻ ഉണ്ടാവണം, ഇസ്ലാം ഉണ്ടാവണം. ചിലർക്ക് ഇസ്ലാം ഉണ്ടാവും, ഭയങ്കര നിസ്കാരവും ദിക്റും സലാത്തും ഹജ്ജും ഉംറയും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇനി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. വിനയത്തോടെ ജീവിക്കുന്ന, അഹങ്കാരമില്ലാതെ ജീവിക്കുന്ന പുരുഷന്മാരും വിനയത്തോടുകൂടി ജീവിക്കുന്ന, അഹങ്കാരമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യം മാത്രം പറയുന്ന പുരുഷന്മാരും സത്യം മാത്രം പറയുന്ന സ്ത്രീകളും. വസ്സാബിരീന വസ്സാബിറാത്ത്, ഇബാദത്തുകളിലും ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിലും ക്ഷമയോടുകൂടി ജീവിക്കുന്ന പുരുഷന്മാരും ക്ഷമയോടുകൂടി ജീവിക്കുന്ന സ്ത്രീകളും. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, ഭക്തിയോടുകൂടി ഹൃദയത്തെ ശുദ്ധമാക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മം നിർവഹിക്കുന്ന പുരുഷന്മാരും ദാനധർമ്മം നിർവഹിക്കുന്ന സ്ത്രീകളും. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീകളും. വൽ ഹാഫിലൂന ഫുറൂജഹും വൽ ഹാഫിലാത്ത്, ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും. വദ്ദാക്കിരീന അല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന പുരുഷന്മാർ. വദ്ദാക്കിറാത്ത്, ധാരാളമായി അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന സ്ത്രീകൾ. ഇതൊക്കെ ഈ 10 ഗുണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ. ഈ സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഈ ഗുണങ്ങളെല്ലാം ഉള്ള അവസരത്തിൽ തന്നെ ചില പാപങ്ങളൊക്കെ മനുഷ്യന്മാരിൽ വരാം. ആ പാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കും. തീർന്നില്ല. അജ്റൻ അലീമ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പ്രതിഫലവും അള്ളാഹു അവർക്ക് കൊടുക്കും. പാപമോചനം മാത്രമല്ല, സ്വർഗീയ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകും ഈ 10 ഗുണങ്ങളുള്ളവർക്ക്. അപ്പോൾ നമ്മൾ അവസാനമായി പറഞ്ഞ 10ാമത്തത് വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും. നമ്മുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം, ആണായാലും പെണ്ണായാലും നിരന്തരമായി ദിക്റിലൂടെ കടന്നു പോകേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സുമ്രത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയാണ്: അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വാക്കുകളുണ്ട്, ചില ദിക്റുകൾ. എന്തൊക്കെ? ഒന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എപ്പോഴും സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും പറയാലോ. നിസ്കരിച്ചു കഴിഞ്ഞിട്ട് 33 പ്രാവശ്യം പറഞ്ഞതല്ല, അല്ലാതെ തന്നെ ഏത് സമയത്തും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇതിങ്ങനെ നിരന്തരമായി പറയുക. അങ്ങനെയുള്ള ആളുകളോട് ഇത് പറയുമ്പോഴും അല്ലാഹു റസൂൽ പറയും: ലാ യളുറക ബി അയ്യത്തിഹിന്ന ബദഅത്ത്. ഇതിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഏത് രൂപത്തിലാണ് വേണമെങ്കിൽ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് പറയാം, സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ഇതിന് തെർത്തീബില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലും പറയാം. അതാണ് ലാ യളുറുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ബി അയ്യത്തിഹിന്ന ബദഅത്ത്, ഏതുകൊണ്ട് ആരംഭിച്ചാലും. 4 ദിക്റാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ആ 4 ദിക്ർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാവിൽ ഉണ്ടാവണം. അതാണ് ദിക്ർ. ധാരാളമായി, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലെ തന്നെ അബീ മൂസൽ അശ്അരി അള്ളാഹു പറയാണ്: അലാ അദുല്ലുക, റസൂലുള്ളാഹി പറയാണ്, അലാ അദുല്ലുക അലാ കലിമത്തിൻ, ഞാൻ നിങ്ങൾക്കൊരു പദം പഠിപ്പിച്ചു തരട്ടെ, ഒരു ദിക്ർ. അത് ഹിയ കൻസു മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗത്തിലെ നിധിയാണ്. നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് അവിടെയുള്ള നിധിയാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുന്ന ഒരു ദിക്ർ. അതെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയും ഒരു സഹായവും അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാണ്ട് വേറെ ആരെ കൊണ്ടുമില്ല എന്ന ദിക്ർ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലേ? രണ്ടാമത് നമ്മൾ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് സ്വർഗത്തിലെ നിധിയാണ്. അതുപോലെ തന്നെ വൈകുന്നേരവും രാവിലെയുമായി നിർവഹിക്കേണ്ട ചില ദിക്റുകൾ നബി പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക കേട്ടോ. റസൂൽ പറയാണ്, രാവിലെ നമുക്ക് നിർവഹിക്കാവുന്ന ഒരു ദിക്ർ: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹ എനിക്കില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ വെറും അടിമയാണ്. നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ ഒരു അടിമയാണ്. ഇതോടുകൂടി അഹങ്കാരം മുഴുവൻ പോകും, അല്ലേ? എന്നെ നീയാണ് സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വാന അല അഹദിക വഅദിക, അല്ലാഹുവേ ഞാൻ നിന്റെ വ്യവസ്ഥയിലും കരാറിലുമാണ് ജീവിക്കുന്നത്. നീ പറയുന്ന വ്യവസ്ഥയിലും നിന്റെ കരാറിലുമായിക്കൊണ്ടാണ് പടച്ചോനെ ഞാൻ ജീവിക്കുന്നത്.
മസ്തത്തായത്തു എനിക്ക് കഴിയുന്നത്ര. പിന്നെ പറയാണ് ഔദു ബിക മിൻ ശർരി മാ സനഅതു, പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അബൂ ലക ബിദൻബി, ഞാൻ ഇതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഏറ്റുപറയാണ്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പുറത്തു തരുന്നവനായിട്ട് ആരുമില്ല എന്ന ദിക്ർ ഒരാൾ രാവിലെ നിർവഹിച്ചാൽ, റസൂൽ പറയാണ് ഒമൻ കാലഹ മിനൻ നഹാർ, പകലിൽ ഈ ദിക്ർ ആരെങ്കിലും നിർവഹിച്ചാൽ, വഹു മുഅ്മിൻ ബിഹ, സത്യവിശ്വാസിയായിക്കൊണ്ട് പകലിൽ ഈ ദിക്ർ ഒരാൾ നിർവഹിച്ചാൽ, ഫമാത്ത, അദ്ദേഹം മരിച്ചു ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം. എപ്പം? ഖബ്ല യുംസിയ, പ്രദോഷമാകുന്നതിന് മുമ്പ് മരിച്ചു. രാവിലെയാണ് ദിക്ർ ചൊല്ലിയത്, വൈകുന്നേരമാകും മുമ്പ് അദ്ദേഹം മരിച്ചു. റസൂൽ പറയാണ് ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. ഉണ്ടോ? ഒരു ദിക്ർ കൊണ്ടാണ് സംരക്ഷണം. അപ്പൊ ആ ദിക്ർ ഒന്ന് പഠിക്കണ്ടേ? അതാണ് ഖുർആൻ പറഞ്ഞത്. അവരാരാണ്? അവർ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആണുങ്ങളാണ്, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. അവർക്കാണ് അള്ളാഹു സ്വർഗമൊരുക്കിയത്, അവർക്കാണ് പാപമോചനം. അപ്പം അതുകൊണ്ട് രണ്ട് ലോകത്തും സുരക്ഷ ലഭിക്കുന്ന ദിക്റുകൾ നാം ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി ചെയ്യുക. ഇനി വൈകുന്നേരം ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, റസൂൽ പറയാൻ ഒമൻ കാലഹ മിനൽ ലൈൽ, രാത്രിയിൽ ആരെങ്കിലും ഈ ദിക്ർ നിർവഹിച്ചാൽ, ഊഹു മൂക്കുഹു, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഈ ദിക്ർ ഒരാൾ നിർവഹിച്ചാൽ, ഫമാത്ത ഖബ്ല യുസ്ബിഹ, നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയാൽ, ഫഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണ്. ഒരൊറ്റ ദിക്ർ രാത്രിയിൽ നിർവഹിച്ചു, ആ സമയത്ത് അദ്ദേഹം പകലിൽ മരിച്ചുപോയാൽ അദ്ദേഹം സ്വർഗത്തിലെത്തും. ശ്രദ്ധ എങ്ങനെ ആയിരിക്കണം? മൂക്കിന് മുമ്പ് അത് മുഅ്മിനായിരിക്കണം, അങ്ങേയറ്റത്തെ ദൃഢവിശ്വാസത്തോടുകൂടി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല റബ്ബേ, നീയാണ് എൻ്റെ റബ്ബ്. വാന അബ്ദുക്ക, ഞാൻ നിന്റെ അടിമയാണ്. വാന അലാ അഹദിക വഅദിക മസ്തതഅതു, പടച്ചോനെ നിന്റെ കരാറിലും വ്യവസ്ഥയിലും ആവുന്നത്ര ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം. ഈ ദിക്ർ നമ്മൾ രാവിലെ നിർവഹിച്ചു, വൈകുന്നേരം മരിച്ചുപോയാൽ സ്വർഗത്തിൽ കയറാം. വൈകുന്നേരം നിർവഹിച്ചു, രാവിലെ മരിച്ചുപോയാൽ അപ്പോഴും സ്വർഗത്തിൽ കയറാം. എത്ര മനോഹരം അല്ലേ? നമ്മൾ ഇതിനെന്ത് വേണം? ഈമാൻ വേണം. വെറും ഈ ദിക്ർ ഇങ്ങനെ നാവുകൊണ്ട് ഉരുവിട്ടാ പോരാ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ചര്യകൾ നിർവഹിച്ചു പോരുന്ന മുസ്ലിങ്ങളും ആയ പെണ്ണുങ്ങളും ആണുങ്ങളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാൻ ഉണ്ടാവണം. അത് വെറുതെ നാവുകൊണ്ട് നിർവഹിച്ചാൽ പോരാ. അപ്പൊ കൽബിലുണ്ടാവണം. കൽബ് കൊണ്ടുള്ളൊരു കാര്യം നാവിലേക്ക് വരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു മരണപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗം നൽകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെറുതെ ദിക്റല്ല വേണ്ടത്. ഓരോ ദിക്റും നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ദിക്ർ നിർവഹിക്കുന്നതാണ്. അല്ലാണ്ട് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. എന്താ ചിന്തിക്കേണ്ടത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുണ്ട്. അത് ചോദിച്ചോളൂ, ആകാശവും ഭൂമിയും ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചതിലുണ്ട്. പിന്നെയോ രാവും പകലും മാറി മാറി വരുന്നതിലുണ്ട്. എന്തുണ്ട്? ല ആയാത്തിൻ ലി ഉലിൽ അബ്സാർ, ഉൾക്കണ്ണുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ. രാവിന്റെയും പകലിന്റെയും മാറി മാറിയുള്ള വരവ്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ രാത്രിയാ കൂടുതൽ, പകല് കുറവാണ് അല്ലെ? ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? പകല് കൂടുതലും രാത്രി കുറവായിരിക്കും. ഈ മാറി മാറിയുള്ള വരവ്, അതേപ്പറ്റി ചിന്തിക്കുകയാണ്. പടച്ചോനെ, ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് രാവും പകലും തിന്നു മുടിച്ച് ജീവിച്ചാൽ പോരാൻ ചിന്തിക്കണം. എന്നുള്ള പറയാം, അല്ലദീന യദ്കുറൂനല്ലാഹ്, ഈ ചിന്തയോടുകൂടി അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ ദിക്ർ നിർവഹിക്കുന്നുണ്ടോ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നും ഇരുന്നും കിടന്നും അവർ ദിക്ർ നിർവഹിക്കും. എപ്പോഴും സദാസമയവും നാവിൽ ദിക്ർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ രണ്ടു ദിക്ർ പറഞ്ഞു അല്ലേ? ഒന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, മറ്റൊന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വേറെ വൃത്തികെട്ട സംസാരങ്ങളൊന്നും നാവിൽ നിന്ന് വരൂല. കാഴ്ചയും നമ്മളുടെ ഓരോ അവയവങ്ങളിലൂടെയും ദിക്ർ വരും. നിങ്ങൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിർവഹിക്കുന്ന ദിക്റാണത്. നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ
ചെവി കൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന ദിക്റാണ്. ഈ ഖുതുബ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണും കാതും കരളും ദിക്ർ നിർവഹിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ അടുത്ത് കൂലിയിട്ടുണ്ടാ, അല്ലാണ്ട് വെറുതെ അവിടെ വന്നിട്ടിരിക്കുകയല്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ നാവും കാതും കരളും എല്ലാം വർക്ക് ചെയ്യാണ്. അപ്പൊ ചിന്തിക്കുകയാണ്, പടച്ചോനെ വല്ലാത്ത പ്രപഞ്ചം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഗോളങ്ങൾ കറങ്ങാണ് അല്ലെ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്, എല്ലാം കറങ്ങാണ്. സൂറത്ത് യാസീൻ അല്ലാഹ് പറഞ്ഞില്ലേ, കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും കറങ്ങുകയാണ്. ഈ ഗോളങ്ങളുടെ കറക്കം ഒന്ന് നിന്നുപോയാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല. ഈ ആകാശഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച ഓസോൺ പാളികൾ ഒന്ന് നീങ്ങിപ്പോയാൽ പിന്നെ ഒരു ജീവി ഉണ്ടാവില്ല, ഒരു ജീവി ഉണ്ടാവില്ല, ഒരു പുല്ല് പോലും ഉണ്ടാവില്ല. അപ്പൊ ചിന്തിക്കണ്ടേ, എത്ര വ്യവസ്ഥാപിതമാണ് അള്ളാഹുവിന്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പെന്ന് അല്ലെ. രാവും പകലും മാറി മാറി വരുന്നത് ചിന്തിക്കണം, എന്നിട്ട് വേണം ദിക്ർ നിർവഹിക്കാൻ. അതാണ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം, ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലും ഒക്കെ ദിക്ർ നിർവഹിക്കുന്നു. എന്നിട്ടോ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അങ്ങനെ ദിക്റൊക്കെ നിർവഹിക്കുമ്പോഴും അവൻ ചിന്തിക്കുന്നത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയാണ്. എന്നിട്ട് അവൻ റബ്ബിനോട് പറയാ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നാഥ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ ആകാശവും ഈ ഭൂമിയും രാവും പകലിന്റെയും മാറി മാറിയുള്ള വരവും ഈ ഓസോൺ പാളികളും ഈ ഭൂമിയുടെ എല്ലാ ഗോളങ്ങളും സകല ഗോളങ്ങളും കറങ്ങുന്നത് ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനല്ലാഹ് നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ, ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദിക്ർ എന്താവുക, ശരിക്കും കൃത്യമാകുക. അല്ലാതെ നാവിൽ മാത്രമായി പോകും. ദിക്ർ നിരന്തരമായി നിർവഹിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്ർ ഒരാൾ രാത്രിയിൽ നിർവഹിച്ചാൽ അയാൾ ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയാൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, 3 പ്രാവശ്യം ഈ ദിക്ർ നിർവഹിച്ചാൽ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും. ഒരൊറ്റ ദിക്റുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു നീക്കുകയാണ്. നമ്മളിപ്പൊക്കെ ജീവിക്കുന്ന എല്ലാവരും പ്രയാസത്തിലാണ്, ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലെ. ഓരോ പ്രായക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒന്നുകിൽ ശാരീരികമാണ് പ്രയാസം, അല്ലെങ്കിൽ മാനസികമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമാണ്, അല്ലെങ്കിൽ കൗടുംബികമാണ്, ഒന്നുകിൽ കുടുംബപരമായിട്ടാണ്. എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കാത്ത ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. അങ്ങനെ അള്ളാഹു വിടൂല. കാരണം എന്താ, പിന്നെ നമ്മൾ മാത്രം മതിയല്ലോ. ഒരു പ്രയാസം ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ അള്ളാഹ് അകന്നുപോലെ. ഒരല്പം പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിൽ തന്നെ വരുന്നത്. നമ്മൾ പള്ളിയും പ്രാർത്ഥനയും അള്ളാഹുമായിട്ടൊക്കെ ബന്ധമുണ്ടാകുന്നതിന് കാരണം അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ കൂടി ഇല്ലല്ലോ നമ്മൾ ഈ വഴിക്ക് തിരിയില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. അതല്ലാക്കറിയാം കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടാണ്. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറുഹു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് 3 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ, ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലദീ ലാ യദുറുഹു മാ ഇസ്മിഹി ശൈഉൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതോടുകൂടി എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. എവിടെ? ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലും ഭൂമിയിലുമായി നമുക്ക് എത്തുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. എന്താ നമ്മൾ പറഞ്ഞത്? ബിസ്മില്ലാ ലാ യദുറുഹു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവനാണ് എന്ന് സലാസ മറാത്തിൽ 3 പ്രാവശ്യം ദിക്ർ നിർവഹിച്ചാൽ ലം തുസിബു ഫുജാഅത്തു ബലായിൻ, ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കും. നമ്മൾ അറിയാതെ നമ്മളുടെ നേരെ വരുന്ന, അതാണല്ലോ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കും. ഈ ഒരൊറ്റ ദിക്ർ കേട്ടോ 3 പ്രാവശ്യം നിർവഹിക്കുക. ഹത്താ യുസ്ബിയ, അത് രാത്രിയിൽ നമ്മളുടെ നേരെ വരുന്ന ആകസ്മികമായ അപകടം. രാത്രിയിൽ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു പാമ്പ് വന്നിട്ടാവാം, അല്ലെങ്കിൽ കരണ്ട് പിടിച്ചിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട് കത്തി വെച്ചിട്ടാവാം. എന്തെല്ലാം ആകസ്മികമായ പ്രയാസങ്ങൾ മനുഷ്യനെ തേടി വരുന്നുണ്ട്. ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറുഹു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ഈ ദിക്ർ നിർവഹിച്ചാൽ
3 പ്രാവശ്യം നിർവഹിച്ചാൽ ലം തുസിബു ഫുജാഅത്തു ബലായിൻ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഹത്താ യുസ്ബിഹ, രാത്രി നിർവഹിച്ചാൽ നേരം വെളുക്കോളും, ഒരു പ്രയാസം ഉണ്ടാകാം. ഒമൻ കാലഹ ഹീന യുസ്ബി, നേരം വെളുത്തതിന് ശേഷം ഒരാൾ ഈ ദിക്ർ നിർവഹിച്ചാൽ സലാസ മറാത്തിൻ 3 പ്രാവശ്യം നിർവഹിച്ചാൽ ലം തുസിബു ഫുജാഅത്തു ബലായിൻ ഹത്താ യുംസിയ, അവന് വൈകുന്നേരം വരെ, രാവിലെ നിർവഹിച്ചാൽ വൈകുന്നേരം വരെ ആകസ്മികമായി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു ഇല്ലാണ്ടാകും. ഇങ്ങനെ ദിക്റുകൾ കൊണ്ട് നിറഞ്ഞ ജീവിതമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. സാധാരണ ഇപ്പം നമ്മളെ ചെറുപ്പക്കാരുടെ ഇതിൽ മുഴുവനും സിനിമയും പാട്ടും കൂത്തും അല്ലേ, ആണും പെണ്ണും അങ്ങനെ ജീവിക്കുന്നത്. മരിച്ചാൽ നമ്മളെന്ത് ചെയ്യും? പള്ളികൾ കൊണ്ടുവരും, മയ്യസ്കരിക്കും, വളരെ മനോഹരമായി ഖബർസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. എല്ലാവരും ദുഃഖിതരാണ്. എന്നാൽ ദുഃഖിക്കേണ്ട ആരാ? ഈ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തല്ലേ. പടച്ചോനെ നിന്നെ വെറുതെ സൃഷ്ടിച്ചതല്ല അള്ളാഹു, ചിന്തിക്കണ്ടേ? അള്ളാഹു ചോദിച്ചില്ല അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, തമാശ കളിച്ച് ജീവിക്കാൻ, ആനന്ദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തനായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചതെന്ന് വിചാരിച്ചോ? അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എല്ലാം മതിയാക്കി ഇട്ടെറിഞ്ഞ് നിന്റെ മനോഹരമായ വീടുകളും സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കച്ചവടങ്ങളും വ്യവസായങ്ങളും ഒക്കെ നിർത്തിവെച്ച് നീ എന്നിലേക്ക് വരില്ലേ? അത് നീ ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഓർത്തില്ല? ഇതാണ് അള്ളാഹ് ചോദിച്ചത്. അപ്പൊ എപ്പോഴും ചിന്തിക്കണം. നമുക്കൊരു യാത്ര ഉണ്ട്, ആ യാത്രക്കുള്ള ഒരുക്കം ആരോഗ്യമുള്ള സമയത്ത് നല്ല ദിക്റോടുകൂടി. ദിക്ർ പറഞ്ഞാൽ സാധാരണ പലജാതി ദിക്റുണ്ട്. ഇപ്പം ചിലർ വട്ടറിഞ്ഞ് കുത്തുന്ന ദിക്റില്ല, അതല്ല കേട്ടോ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ടീം, വേറൊരു ടീം സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ല. ഇതൊക്കെ നമ്മളെ നിർവഹിക്കേണ്ടത്. ഒരാൾ ഇമാം വന്നിട്ട് മറ്റൊരു ചെലിത്തല്ലല്ല, ആ ദിക്റല്ല, അത് ദിക്ർ അലക്ക അല്ലെ, ദിക്ർ ഹൽക്കാറിൻ. അപ്പൊ ചിലർ ഈ ഹദീസൊക്കെ ഇട്ടെ, എന്നാ പിന്നെ ഞാൻ ഏതായാലും വേറെ ദിക്റിലൊന്നും പോകില്ല. അപ്പോഴേക്കും റസൂലിനെ പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പോയി. അപ്പൊ എന്തുണ്ടായി? അപ്പൊ എന്താണ്ടായത്? അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ദിക്ർ രൂപമുണ്ടാക്കിയാൽ നരകത്തിലാവും അല്ലേ? ഇപ്പൊ ഖുത്ബയുടെ മുഖവരയിൽ പറഞ്ഞില്ലേ, കുല്ലു മുഹദസത്തിൻ ബിദ്അ, റസൂലിനെ പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ ആര് ചെയ്താലും അത് നൂതനമാണ്. വകുല്ലു ബിദ്അത്തിൻ ലലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ലലാലത്തിൻ ഫിന്നാർ, അത്തരം എല്ലാ ലലാലത്തും നരകത്തിലെത്തും. അപ്പം അതുകൊണ്ടാണ് ദിക്ർ നിർവഹിക്കാറുണ്ട്. ചില ടീം വേറൊരു ടീമുണ്ട്, ലാ ഐന ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ സമഅ ഇല്ലല്ലാ, ലാ കാത ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം. അതെ, അങ്ങനെയുണ്ട് ദിക്ർ. അത് നിന്നിട്ട് ഇളകിച്ചില്ല. നിങ്ങൾ കണ്ടുണ്ടാവും യൂട്യൂബിലൊക്കെ, ലാ ഐന ഇല്ലല്ലാ, ലാ സമഅ ഇല്ലല്ലാ, ലാ കൽബ ഇല്ലല്ലാ. അതൊന്നും റസൂലിനെ പഠിപ്പിച്ചതല്ല, നബിയോ സഹാബത്തോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പഠിപ്പിക്കാത്ത ദിക്റുകളാണ് കേട്ടോ. ഇതൊക്കെ ചിലർ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പിശാചി പഠിപ്പിച്ച ദിക്ർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ ഇഹപരത്തിൽ 2 നിലക്കും സംരക്ഷണം ലഭിക്കുമെന്ന് ഇസ്ലാമിന്റെ റസൂലിനെ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് പിശാചി കയറ്റിക്കൊണ്ടുവരുന്ന ചില ദിക്റുകൾ അതൊക്കെ. അപ്പോഴാണിത് ഇളകല് അല്ലേ? അല്ലാ 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 യാ അല്ലാ, അതൊക്കെ ദിക്റാ. യാ ഹയ്യ് യാ ഖയ്യൂം കൊണ്ട് ഇളകുക, അങ്ങനെ റസൂൽ ദിക്റില്ല. യാ ഹയ്യ് യാ ഖയ്യൂം ഒക്കെ ദിക്റിലുള്ളതാ. പക്ഷെ അതെന്തല്ല, നമുക്ക് സിനിമാറ്റിക് ഡാൻസ് കളിക്കാനുള്ളതല്ല. ചില ഈ ദിക്റൊക്കെ വെച്ചുകൊണ്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കുക. എങ്ങനെയെങ്കിലും ആവട്ടെ, കുറച്ച് ആൾക്കാരെ കിട്ടാൻ, കുട്ടികളെ കിട്ടാൻ നല്ല അതാണ്. ചെറുപ്പക്കാർക്ക് സിനിമാറ്റിക് ഡാൻസ് ആകുമ്പോൾ വന്നോളൂ. അപ്പൊ അതിൽ കൊടുക്കും. അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതൊരു ചലന്തി വലയാണ്. ചലന്തി വല ചെറിയ ചെറിയ വിവരമില്ലാത്തവരൊക്കെ അതിൽ കൊടുക്കും. അങ്ങനെയാണല്ലോ. ചലന്തി വല ഒരിക്കലും വലിയ ജീവിയെ കൊടുക്കില്ലല്ലോ. ഈമാനുള്ളവരും കൊടുക്കൂല, ഈമാൻ ഇല്ലാത്തവരായി പോയി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, വെറുതെ നിർവഹിച്ചാൽ പോരാ. അതുപോലെ എത്ര പ്രതിഫലം അറിയോ റസൂല പഠിപ്പിക്കുന്ന ദിക്റുണ്ട്. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ നിരന്തരമായി ഓതുന്നല്ലേ. നിങ്ങൾ നോക്കൂ, റസൂല പറയാ ഇതാ കാൽ കാരി, വിശുദ്ധ ഖുർആൻ നമ്മളുടെ ഇമാം ഓതുമ്പോൾ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് അദ്ദേഹം ഓതുമ്പോൾ ഫഖാല മൻ ഖൽഫഹു, പിന്നിലുള്ളവർ പറഞ്ഞു ആമീൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒറ്റ ദിക്റാണ്. അള്ളാഹുവെ ഈ പ്രാർത്ഥന എന്താ പറഞ്ഞ്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം, പടച്ചോനെ നീ കോപിക്കപ്പെട്ട, നിന്റെ കോപത്തിന് വിധേയരായ വ്യക്തികളും സമൂഹത്തിലും നീ എന്നെ ഉൾപ്പെടുത്തരുത്. വലല്ലാലീൻ, നിന്റെ മാർഗം ഏതാണെന്ന് അറിയാതെ വഴിവിട്ടുപോയ ശിർക്കിലേക്കും വിദേഹത്തിലേക്കും പോയ ആ വിഭാഗത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്.
അതിനാണ് നമ്മൾ ആമീൻ അള്ളാഹുവേ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നെ എന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ചിലവരൊക്കെ അതൊന്നും നിർവഹിക്കുമ്പോൾ ആമീൻ പറയുക. കാരണം എന്താ പറയുക, ഒക്കെ കുട്ടികൾ പറഞ്ഞോട്ടെ. മുമ്പൊക്കെ പള്ളിക്കലി കുട്ടികളായി ആമീൻ പറയാം. പ്രത്യേകിച്ച് റമളാനൊക്കെ നോക്കേണ്ടി നോമ്പ് നോറ്റ ആൾക്കാർ ഇമാം ഒലിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലി എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ടാവും ബാക്കിൽ നിന്ന് ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞു. വലിയല്ലോ ഓൽക്ക് അഭിമാനം ആണ്, ഞാനൊക്കെ അത് പറയേ, ഞാൻ ഇത്രയും വലിയ മലയാളിയാണ്. അഹങ്കാരിയായ അവൻക്ക് ആമീൻ പോലും പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞാലുള്ള ഗുണം അറിയാം. റസൂൽ പറയാം, ഫഖാല മൻ ഖൽഫഹു ആമീൻ ഫവാഫഖഹു ഖൗലുഹു ഖൗലു അഹ്ലി സമാ. ഈ ആമീനും നമ്മൾ ഈ ഇമാമ് നമ്മൾ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലി എന്ന് പറയുമ്പോൾ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ആ ആമീനും മലക്കുകളുടെ ആമീനും നിങ്ങളുടെ ആമീനും യോജിച്ചു വന്നാൽ റസൂൽ പറയാണ് ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബി. ഒരൊറ്റ ദിക്റുണ്ട്, കഴിഞ്ഞുപോയ ചെറിയ പാപങ്ങളെല്ലാം അപ്പം തന്നെ പുറത്തു ഒരാമീൻ കൊണ്ട്. നമ്മൾ അഹങ്കാരം കൊണ്ട് നമ്മൾ അത് പറയില്ല അല്ലേ? വളരെയധികം ശ്രദ്ധിക്കുക. ഇസ്ലാം ദീനിനെ പറ്റി പഠിക്കാൻ തന്നാൽ അടങ്ങാറാത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റബ്ബനാ ലക്കൽ ഹംദ് കേട്ടില്ലേ? ചിലർ റബ്ബനാ ലക്കൽ ഹംദു മില്ല സമാവാത്തി മില്ലൽ അർളി മില്ല മാ ശിഅത മിൻ ഷൈഇൻ മുഴുവൻ ദിക്ർ നിർവഹിക്കും അല്ലേ? ചിലരോ ഗൾഫിലൊക്കെ ചെന്നാൽ ഇങ്ങനെ കാണും, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത്തിദാലല്ലേ? നീ സമി അല്ലാഹു ലിമൻ ഹമിദ ഇത്തിദാലേ അതിൽ നിർവഹിച്ചാൽ റസൂൽ പറയാം, ഇദാ ഖാലൽ ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു, നിങ്ങൾ പറയണം കേട്ടോ, റബ്ബനാ ലക്കൽ ഹംദ്, നാഥ നിനക്കാണ് സ്തുതി, എന്റെ ഹംദ് നിർവഹിച്ചു. ഫൈനഹു കാര്യം മൻ വാഫഖഹു ഖൗലുഹു, ഈ വാക്ക് യോജിച്ചു വന്നാൽ ഖൗലുൽ മലായിക മലക്കുകളുടെ ഖൗലേറ്റ്. അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മളും പറയുന്നത്. ഇത് രണ്ടു പേരുടെയും റബ്ബനാ ലക്കൽ ഹംദ് ഒന്നിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബി, കഴിഞ്ഞുപോയ പാപങ്ങൾ അപ്പോഴും പൊറുക്കപ്പെടും. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാനും സ്വർഗത്തിലേറാനും നിരവധി അനുഗ്രഹങ്ങളും ദിക്റുകളും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷെ തെറ്റായ വഴിക്കുള്ള ദിക്റുകൾ നിർവഹിക്കാണ്ടൊക്കെ റസൂൽ പഠിപ്പിച്ച് മാത്രം നിർവഹിക്കുക. അങ്ങനെ ദിക്റുകൾ നിർവഹിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെയും നമ്മെയും ഒക്കെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന്റെ കുദരത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ദിക്റുകൾ നിർവഹിക്കുന്നത്. അല്ലാണ്ട് വെറുതെ നാവൂര് വിട്ടാ പോരാ. ഇത് ലേസ ദിക്റു മിൻ ഹമദത്തിൽ ലിസാൻ, നാവ് കൊണ്ട് തന്നെ പെറുപിറുക്കുന്ന ദിക്റാവൂല എന്നാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാവ് പോരാ, കൽബ് ഇടപെടണം, എന്നിട്ട് ദിക്ർ നിർവഹിക്കണം. അങ്ങനെ മരണം വരെ അള്ളാഹുവിന്റെ ദിക്റിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ദിക്റിലൂടെ അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്വർഗത്തിലേറാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅല ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ എന്ന സൂറത്ത് ആൽ ഇംറാനിലെ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാവിന്റെയും പകലിന്റെയും വരവിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുക എന്നുള്ള ഖുർആൻ പറഞ്ഞു. അത് ചിന്തിക്കാതെ ഈ ആയത്ത് ആൽ ഇംറാനിലെ ഈ ആയത്തൊരാൾ ഓതിയാൽ, വെറുതെ ഓതിയാൽ, ചിന്തിക്കാതെ, റസൂൽ പറയാം ലഖദ് ഉൻസിലത്ത് അലയ്യ ലൈല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം ലഖദ് ഉൻസിലത്ത് അലയ്യ ലൈല, എനിക്ക് രാത്രിയിൽ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഈ ആയത്തിനെ പറ്റിയാണ് ഈ ആയത്തിറങ്ങി. ഇതാരെങ്കിലും ഓതി വൈലുൻ ലിമൻ ഖറാഅഹ, ഇത് ഓതിയിട്ട് വലം യതഫക്കർ, ഈ ആയത്തിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ വൈലുൻ, ഒരു നരകം അവർക്ക് ഉറപ്പായി. എന്താ പറഞ്ഞത്? ആകാശഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവിന്റെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കാനുള്ളതാണ്. അത് ചിന്തിക്കാതെ ഈ ആയത്തോതിയാൽ ആ ആയത്തോതിയുടെ പേരിൽ നമുക്ക് നരകം ഉണ്ടാവും. അങ്ങനെ ചിലവരൊക്കെ ഈ ആയത്തെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നുകൊണ്ട് വളരെ മനോഹരമായി തജ്വീദോടുകൂടി, ശബ്ദ ഗാംഭീര്യത്തോടുകൂടി, ശബ്ദ മാധുര്യത്തോടുകൂടിയൊക്കെ ഓതും. ഇതിനെപ്പറ്റി ചിന്തിക്കാതെ ഈ ആയത്തെങ്ങാനും ഓതിയാലേ വെയിലും അറിയാതെ വാദി ജഹന്നം, ഒരു നരകത്തിന്റെ താഴ്വര ഓൻക്കുണ്ടാവും.
ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ ദിക്റുകളൊക്കെ ചിന്തിച്ച് നിർവഹിക്കാറില്ല, അല്ലാണ്ട് നമ്മൾ തോന്നുന്നത് പോലെ നിർവഹിക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ജോലി തിരക്കുകളും ഒക്കെ ഉണ്ടായാലും സത്യവിശ്വാസികൾ, പല കച്ചവടത്തിരക്ക്, കമ്പനി, തൊഴിലാളികൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നം, രോഗത്തിൻ്റെ മേൽ രോഗം, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും സത്യവിശ്വാസികളെ പറ്റി അല്ല പറയാ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയും ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു സൂറത്ത് നൂറിന് പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈ, ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, അല്ലെങ്കിൽ വാങ്ങലും കൊടുക്കലും, ഇതൊന്നും അശ്രദ്ധമാവൂല ചില മനുഷ്യന്മാർക്ക്. അതാരാ? അൻ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്. ഓല കച്ചവടം ഉണ്ടല്ലോ, കമ്പനി ഉണ്ടല്ലോ, ആൾക്കാരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും ഓലെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. ഓല ദിക്ർ നിർവഹിച്ചേ കിടക്കൂ. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യമൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥനയൊക്കെ അറിയും, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഅഫൽഹാ ബിമാ തഅഫലു ബിഹി ഇബാദക സാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിൻ കിടക്കുക അല്ലേ? എന്താ പറഞ്ഞത്? ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ദാ കിടക്കുക. വലഅതു ജംബി, എന്റെ ശരീരം ഞാൻ ദാ വെച്ചിരിക്കുന്നു വിരിപ്പിലേക്ക്. ഇൻ അംസക്ത നഫ്സി, എന്റെ ആത്മാവിനെ പടച്ചോനെ നീ രാത്രി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്നോട് കരുണ കാണിക്കണം. വൈൻ അർസൽത്ത, അല്ല രാവിലെ ജീവിക്കാൻ നീ വിധി നൽകുകയാണെങ്കിൽ ഫഅഫൽഹാ ബിമാ തഅഫലു ബിഹി ഇബാദക സാലിഹീൻ, നിന്റെ സുഹൃതം ചെയ്ത അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും ഒക്കെ ജീവിച്ചതുപോലെ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് അവസരം തരണം. ഇതൊക്കെ പ്രാർത്ഥിച്ചു. ഈ ദിക്ർ നിർവഹിക്കുമ്പോഴും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനും രാവിന്റെയും പകലിന്റെയും മാറി മാറുള്ള വരവുകൾക്ക് നൽകിയ, ഈ പ്രപഞ്ചത്തിൽ നൽകിയ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രാർത്ഥനകൾ നിർവഹിക്കാവൂ. അല്ലാണ്ട് വെറുതെ ബിസ്മിക റബ്ബി കള്ളിക്കൂടി എന്ന പ്രാവിലായി നൊടിഞ്ഞാൽ പോരാ കേട്ടോ. അത് ശരിക്ക് കൽബിൽ വരണം. ഇങ്ങനെ ശരിക്ക് ബന്ധപ്പെടുമ്പം രണ്ട് ലോകത്തും അള്ളാന്റെ സുരക്ഷ ഉണ്ടാവും. നിങ്ങൾ ഓടിയും ബുദ്ധിമുട്ടൂല. പിന്നെ അതല്ല പറഞ്ഞു, ഒമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ എത്ര കുടുങ്ങിയും തോന്നിയാലും യജ്അൽ ലഹു മഖ്റജ, ആ കുടുക്കിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഇപ്പൊ കണ്ടില്ല നിങ്ങള് അമേരിക്കയൊക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നിന്ന് കത്തുക. അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയില്ലേ? അപ്പൊ അത് അള്ളാഹു ബോധ്യപ്പെടുത്തി മാത്രമല്ല, അത് എല്ലാറ്റിനും കൊല്ലണം എന്ന് പറഞ്ഞ ഒരു സിനിമാ നടനുണ്ട് അല്ലേ, ബോളിവുഡ് താരം. അവന്റെ പേരൊന്നും ഇവിടുന്ന് പറയാൻ പറ്റില്ല, പരിശുദ്ധമായ മീൻപറമെന്ന്. അവനൊക്കെ പേര് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമല്ല. ഇപ്പോഴെന്താ നിന്ന് കരിയ മൂപ്പരെ എല്ലാത്തിനും കില്ല് ചെയ്യുന്നതാണ്. സകല ചെറിയ ചെറിയ പൈതം മക്കളെയും പ്രായമുള്ളവരെയും വെടിവെച്ച് കൊല്ലാനോ മൂപ്പര അഭിപ്രായം പറഞ്ഞു. മൂപ്പര വീട് ഇപ്പം നിന്ന് കത്തി തീർന്നു, ഇപ്പം പൊട്ടിക്കരിയാണ്, മരണക്കരച്ചിലാപ്പോ. അതിപ്പോ നമ്മളും അങ്ങനെ തന്നെ, അത് മൂപ്പര തന്നെ ആയിക്കൊള്ളില്ല എല്ലാവരും. കാരണം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കട്ടപ്പാടുകളും വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കും, ഇരു കൈ റബ്ബിലേക്ക് ഉയർത്തും, കണ്ണുനീര് നിറയും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതൊക്കെ ആയിട്ട് പോയാലോ നമ്മൾ വീണ്ടും പഴയപടി തന്നെ അല്ലേ? ഇപ്പം കയ്യോ കാലിനോ ഒരാപത്ത് പറ്റി വീട്ടുകളിൽ ഇങ്ങനെ കിടന്നിട്ട് കാലിങ്ങനെ കെട്ടിത്തൂക്കി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പറയാൻ എന്ത് സുബ്ഹാനല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ നീ ദിക്റിലേക്ക് പറഞ്ഞ് ചെല്ലൂലേ? കാരണം എന്താ? ഓനൊരു സമാധാനം. അപ്പോഴും നേരെ മറിച്ച് കൈയും കാലും നല്ല ഉഷാറാണെങ്കിലോ ഓൻ അള്ളാഹിലേക്കൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ അവനക്ക് സിനിമ, സീരിയല്, ഫുട്ബോള് അല്ലേ, ഞാൻ ഇതൊന്നും കാണുകയോ അറിയുകയോ ചെയ്യുന്നതിനെ പറ്റി എല്ലാം പറഞ്ഞു. ഇപ്പൊ കായികമായിട്ടുള്ള ചിലരൊക്കെ ഇപ്പം കായികമായിട്ടുള്ളതിനെ പറ്റി പറഞ്ഞാൽ അപ്പം പറയും മൗലവി കായികമായുള്ളതിനെ എതിർക്കുകയാണ്. കായികമായുള്ളതിനെ എതിർക്കുകയല്ല, കായികം നല്ലതാണ്, ആരോഗ്യമൊക്കെ ഉണ്ടാവണം. പക്ഷെ ആരോഗ്യവും റബ്ബിന്റെ സംരക്ഷണവും വേണ്ടേ? അതിന്റെ ദിക്റുകൾ നിർവഹിക്കണ്ടേ? അത് പഠിച്ചോ? ഇല്ലല്ലോ. വെറുതെ കായികാഭ്യാസം കളിച്ചാൽ മതിയോ? അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പൊ റസൂൽ വിശുദ്ധ ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം കേട്ടോ. അല്ലാഹ് പറയാം, ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, ധാരാളം ദിക്ർ നിർവഹിക്കണം. നാവിൽ എപ്പോഴും ദിക്ർ ഉണ്ടാവണം. ഖുർആൻ സൂറത്തുൽ അഹ്സാബ് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല,
പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ സുബ്ഹാനല്ലാഹ് നിർവഹിക്കണം. അതാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ചത് കേട്ടോ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എപ്പോഴാണ് നിർവഹിക്കേണ്ടത് ദിക്ർ, എപ്പോഴൊക്കെ വേണം വിശദീകരിക്കാൻ. ഐ ബില്ലൈൽ വന്നഹാർ, രാവിലുണ്ടാവണം പകലിലുണ്ടാവണം ദിക്ർ. ഇത് രാവിലുണ്ടാവും വേണം പകലിലുണ്ടാവണം. ബർരി വൽ ബഹർ, കരയിൽ ജീവിക്കുമ്പോഴും വേണം കടലിൽ ജീവിക്കുമ്പോഴും വേണം. കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴും എന്ത് വേണം? ദിക്ർ വേണം. കരയിൽ മനോഹരമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോഴും വേണം. സഫരി വൽ ഹലർ, യാത്രയിലായാലും വേണം. വൽ ഹലർ, നാട്ടിൽ താമസിക്കുമ്പോൾ വേണം. യാത്രയിലാവുമ്പം ഇപ്പോൾ ചിലരൊക്കെ വിമാനത്തിൽ കയറി അപ്പം ചെവിൻ്റെ ഉള്ളിൽ ഇത് വെക്കും, എന്നിട്ട് പാട്ട് കേൾക്കുക ചെയ്യാം അല്ലേ. വിമാനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് താഴും പൊന്തുകയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒലയാൻ തുടങ്ങിയാലോ അപ്പൊ നിങ്ങൾ ദിക്റിൽ കൂടി പറഞ്ഞാലോ അപ്പൊ ഭയങ്കര ദിക്റായിരിക്കും. സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഒരു ഭാഗത്ത് പടച്ചോനെ അല്ലാ കാക്കണേ ഇറക്കണേ, റബ്ബി അൻസിൽനി മുൻസലം മുബാറക്ക, അനുഗ്രഹീതമായ സ്ഥലത്ത് പടച്ചോനെ ഇറക്കണേ ഉണ്ടോ. അതുവരെ പാട്ടും കൂത്ത്, അതുവരെ എന്തേന്ന് ആ പാട്ടൊന്നും ഞാൻ പറയുന്നില്ല. ചെവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ എനിക്ക് പാട്ടൊക്കെ അറിയാട്ടോ, അറിയായിട്ടില്ല. കാരണം അതൊന്നും ഈ പരിശുദ്ധമായ മിമ്പറിന് മുകളിൽ പറയാൻ പറ്റില്ല, അത്രയും വൃത്തിയറ്റ പാട്ടുകളാണ്. അതാണ് ചെറുപ്പക്കാർ കേൾക്കല്. ഏത് നേരെ മറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കപ്പല് ആടി വലയുന്ന സമയത്ത് എവിടെയാണ് ഇത് നങ്കൂരിടുകയെന്ന് അറിയില്ല. അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസലം മുബാറക്ക, പടച്ചോനെ അനുഗ്രഹീതമായ സ്ഥലത്ത് ഇറക്കി തരണേ. വാൻ ഖൈറുൽ മുൻസിലീൻ, ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവേ നീയാണെന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ വിമാനത്തിലുണ്ട്. അത് പ്രാർത്ഥിച്ചില്ല. അതല്ല ഉരുവിട്ടത്, ദിക്റുകളല്ല ഉരുവിട്ടത്, പകരം പാട്ടും കൂത്തും അല്ലേ. അപ്പൊ അള്ളാഹു നിരന്തരമായി നമ്മളെ പരീക്ഷിക്കും. നിരന്തരമായി ഇഹപര വിജയ സൗഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രാവും പകലും രോഗത്തിലും വൽ ഗിന വൽ ഫഖർ, നല്ല സമ്പന്നതയിലും ദിക്ർ നിർവഹിക്കണം. വൽ ഫഖർ, ദാരിദ്ര്യത്തിലും. ചിലർ സമ്പന്നത വന്ന ചിലരോട് ചോദിക്കട്ടെ, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അറബിയിലാണ് ചോദിക്കുക കൈഫൽ ഹാൽ. ഇപ്പൊ മറ്റവൻ അൽഹംദുലില്ലാഹ് അല്ലേ, എല്ലാം പൊളിഞ്ഞെന്നോട് നിങ്ങൾ ചോദിച്ചു നോക്കി കൈഫൽ ഹാൽ, പോയി പൊളിഞ്ഞോക്കടെ അറിയും കൈഫൽ ഹാൽ. വെൽക്കമല്ല അറബിയായിട്ട് അല്ലേ. അതാ പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചത് വൽ ഗിന വൽ ഫഖർ, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ദിക്ർ മറക്കണ്ട. വൽ മർലി വസ്സിഹ, ആരോഗ്യമുള്ളപ്പോഴും രോഗത്തിലാവുമ്പോഴും ദിക്ർ മറക്കണ്ട. അതാണ് അള്ളാഹ് വിളിച്ചു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം. വസബ്ബിഹൂഹു ബുക്രത്തൻ വഅസീല, സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ രാവിലും പ്രഭാത പ്രദോഷങ്ങളിൽ നിർവഹിക്കണം. എത്ര മനോഹരമായ നിർദ്ദേശം. അള്ളാഹു ചോദിക്കുക, എത്രയൊക്കെ പാഠം പഠിപ്പിച്ചിട്ടും ദിക്റിലേക്ക് വരാത്തുള്ള അള്ളാഹ് ചോദിക്കുക, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല, മനുഷ്യന്മാരെ നിങ്ങൾ എത്രയൊക്കെ പരീക്ഷിച്ചിട്ടും അള്ളാന്റെ ദിക്റിലേക്ക് വരാൻ ഇനി സമയമായില്ലേ ഉണ്ടോ. നൽകില്ല. എത്ര ക്യാൻസറൊക്കെ വന്ന് മരിക്കാൻ നേരമായാലും പാട്ടും സിനിമയും വെച്ചാൽ കുത്തിരിക്കുക. ചിലവർ പറയില്ലതാ, നല്ലൊരു സമാധാനം ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യുക, ഹിന്ദി സിനിമ ഇട്ട് കൊടുക്കുക അയാൾക്ക്. ആർക്ക്? നിങ്ങൾ മരിക്കാൻ വെക്കുക. വലിയ കുടുംബക്കാരാ, ബന്ധുക്കളെ, ഭൗതികന്മാർ വന്നിട്ട് പറയുന്നതാ, ഒരു സിനിമ ഇട്ട് കൊടുക്കുക, അല്ലെ നല്ലൊരു പാട്ടിട്ട് കൊടുക്കുക, അയാൾ അത് കേട്ട് പൊട്ടുന്നോട്ടെ. അയാൾക്ക് തോന്നുന്നില്ല എന്നാ ഖുർആനൊന്ന് കേൾക്കണം. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു ഡോക്ടറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി, കണ്ണൂരിലുള്ള ആളാണ്. അയാളൊരു പീഡിയാട്രിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് അയാളിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറയാം, മൗലവി നിങ്ങൾ ഇന്നെ പഠിപ്പിച്ച സൂറത്ത് ഫുസ്റ്റിലെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക, കണ്ണ് രണ്ടും നിറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഖുർആൻ കേട്ടിട്ട്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അറിയാം. പക്ഷേ ഞമ്മൾക്ക് രോഗം വന്നാൽ നമ്മൾ അവിടെ ചെവിൻ്റെ ഉള്ളിൽ വെച്ച് തോന്നിയാസം കേൾക്കുക ചെയ്യുക അല്ലേ. അല്ലാണ്ട് ഖുർആന്റെ ആയത്തോ അള്ളാഹായിട്ടുള്ള അടുപ്പോ പഠിച്ചോനെ ഈ രോഗം തന്നെ നീ ഇതൊന്ന് സുഖമാക്കിക്കൊണ്ട ശിഫയാക്കിക്കൊണ്ട പഠിച്ചോനുള്ള ദ്വ അല്ല. അപ്പോഴും അഹങ്കാര. അതാണ് അള്ളാഹ് ചോദിച്ചത്, അലം യഅനിലില്ലദീന തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹിന്റെ ദിക്റിലേക്ക് കൽബിനെ തിരിച്ചുവിടാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മളെ ദിക്റിൽ നിന്ന് അകറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വെറും ഭൗതികന്മാരാണ്. നമ്മൾ ദിക്റൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ചില ഭൗതികന്മാർ കയറി വരും, ആണായാലും പെണ്ണായാലും. പിന്നെ നമ്മളുള്ള ദിക്റും പോവും അല്ലേ. അതുകൊണ്ടില്ലേ ഞങ്ങളെ കുടുംബത്തങ്ങൾ നല്ല തെളിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്നായിരിക്കും. ചിലപ്പോൾ ചില 50 വെള്ളിയാഴ്ച ഒക്കെ ജുമാക്കൊക്കെ കൊണ്ടുവന്ന്
ഒന്ന് ദിക്റിലേക്ക് വരികയായിരിക്കും. അപ്പോഴായിരിക്കും ഓളെ ഏടത്തിയും ഭർത്താവും ഏടത്തിന്റെ മക്കൾ കൂടി അമേരിക്കയിൽ നിന്ന് വരുന്നത്. അതോടുകൂടി അതിലേറായി അല്ലേ? അല്ല പറയാ, അതിനെപ്പറ്റി അല്ല പറയുന്നുണ്ട്. അല്ല പറയാ അമ്മൻ തവല്ലാൻ ദിക്റിന, നമ്മളുടെ ദിക്റ് വിട്ട് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ അവഗണിക്കണം, വിട്ടാകണം. ഓലെ കൂടെ അടക്കരുത്. നടന്നാൽ നമ്മളുടെ ഉള്ളവ് പോകും. ഓലെ വല്ലാണ്ട് പുറകെ കയറ്റി ബഹുമാനിക്കേണ്ട. നിങ്ങളെ കുടുംബമായിരിക്കാൻ ബന്ധങ്ങളാകാം, പക്ഷെ അവര് അള്ളാന്റെ ദീനിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങൾ പുള്ളിയുടെ അവസരത്തിലേക്ക് പോകരുത്. ഓരോ പുള്ളിയുടെ അവസരത്താ വരിക. അമേരിക്കയിൽ വരികയാണല്ലോ, അപ്പോൾ കണ്ണട അവസരമാണല്ലോ. ഒരു പുള്ളി കണ്ണട അവസരം ഇട്ടാ വരിക. അപ്പോഴേക്കും നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഓരോന്ന് കൊടുത്ത്, പിന്നെ നമ്മൾ കാണുന്ന ഐറ്റികളും ഇങ്ങനെ എന്ത് ദിക്റ്. പിന്നെ അല്ല പറയാ അമ്മൻ തവല്ലാൻ ദിക്റിന ഓലം യുരിദു ഇല്ലൽ ഹയാത്തു ദുനിയ, അവര് വെറും ഭൗതിക ജീവിതം അല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് ലക്ഷ്യമില്ല. ഭൗതിക ജീവിതം നേടിയാൽ ഓൾക്ക് ഉഷാറായി, ഓൾക്ക് ലക്ഷ്യമാണ്. ദാലിക മബ്ലഗുഹും, അവർ വിജ്ഞാനം നേടുന്ന ഒരു ലക്ഷ്യം കൂടി അതാണ്. അവർ എന്തെങ്കിലും ഒരു അറിവ് അവർ നേടുന്നതിന്റെ ലക്ഷ്യം ഭൗതിക. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി, നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ബികോം, നീയോ? ഞാൻ എംകോം. എന്താണത്? അതോ അത് ബിസിനസ് മാനേജ്മെന്റ്. ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ പഠിക്കണം, ഭൗതികമായി ജീവിക്കാൻ പഠിക്കണം. പക്ഷെ നമുക്ക് ആകുള്ളത് MBBS പഠിക്കുക. ഓഹോ അൽഹംദുലില്ലാ. മോനെന്ത് ചെയ്യുന്നു? മോനിപ്പോ MDക്ക. അൽഹംദുലില്ലാ. ഈ പറഞ്ഞവർക്ക് ഒരു ദിക്റുമില്ല. മക്കൾ എന്തിനു പഠിച്ചിട്ടുണ്ട്? മക്കൾക്ക് ദിക്റില്ലേ വേദനാവൂലേ? മക്കൾ എന്തെല്ലാം ഉയരങ്ങൾ കീഴടക്കിയാലും ഓർക്ക് ദിക്റില്ലെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ആ കുട്ടികളുടെ നിറഞ്ഞ കാലാത് അല്ലേ? ഒരു ദിക്റില്ലാത്ത മക്കൾ നിറഞ്ഞ കാലല്ലത്. അതുകൊണ്ടല്ലേ എങ്ങനെ കൊണ്ടാക്കണം, പ്രായം ചെന്നാൽ എവിടെ കൊണ്ടാക്കണം എന്ന് ചിന്തിക്കുക. ഒരു ദിക്റില്ലാത്ത മക്കൾ ഓർക്ക് എന്ത് മാതാപിതാക്കൾക്ക് പ്രായം വന്ന് കെടുന്നോട്ടെന്ന് കാട്ടിക്കുന്നു, മൂത്രിക്കുന്നു, എന്താ പറയുന്നത് മനസ്സിലാകണമില്ല. അപ്പൊ എങ്ങനെ ഇത് കൊണ്ട് ഒഴിവാക്കണം? ഇത് ഡെഡ് അസറ്റാ, ഒരു ഇൻകമില്ല. എല്ലാം ശരിയാ. പക്ഷെ ഒറ്റപ്പെട്ട ചില ആളുകൾ അള്ളാഹു അവരുടെ മാതാപിതാക്കളോട് സ്നേഹവും ദിക്റും ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അവര് അവരുടെ മാതാപിതാക്കളെ മരണം വരെ മനോഹരമായി നോക്കും. അതാരോടും പറയാനല്ല. സാധാരണ നോക്കിയാലോ, ഏതെങ്കിലും മക്കൾ നോക്കിയാലോ 150 ആളോട് അത് പ്രചരിപ്പിക്കും. എന്റെ മടി കിടന്ന എൻ്റെ ഒപ്പം മരിച്ചത് ഞാനാണ്, മരിക്കുന്നവരെ ഉമ്മന്റെ എല്ലാ വൃത്തിയാക്കിയതൊക്കെ ഞാനാണ്. നമ്മളെ ഉമ്മ കിടന്ന റൂമിലേക്ക് കിടന്ന് വന്നു നോക്കി ഒരു മണം ഉണ്ടാവില്ല. അത്ര മനോഹരമായി ഇതൊക്കെ പറയും. ഇത് പറയാനാ, അതിനല്ല. ഇല്ല ബുദ്ധിക ഒജിഹില്ല, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം, എന്നാലത് കൂലിയാവുള്ളൂ കേട്ടോ. അങ്ങനെ ദിക്റുകളും അമലുകളും ഒക്കെ പരിശുദ്ധമാക്കുകയും അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്ര തീർത്തും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെ തുണക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫൗല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖകളെല്ലാം വലം കൈയിൽ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.